ഹലോ. സെപ്റ്റംബർ 20 പമ്പ തീരത്ത് ഒരു പറ്റം നിരീശ്വരവാദികൾ കൂട്ടം കൂടി ഒരു സംഗമം നടത്തി. ആ സംഗമത്തിന്റെ പേരാണ് ആഗോള അയ്യപ്പ സംഗമം. എന്നാൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ അച്ചടിച്ച ഫ്ലെക്സ് ആണ് അതിനേക്കാൾ കോമഡി. നമ്മുടെ പിണറായി വിജയൻ സഖാവിന്റെ അതേപോലെ ദേവസ്വം മന്ത്രിയുടെ ഫോട്ടോ വലിയ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അയ്യപ്പന്റെ ഫോട്ടോ ആണെങ്കിലോ ഒരു മൂലയ്ക്ക് കുഞ്ഞി കൂടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആഗോള അയ്യപ്പ സംഗമമാണോ അതോ നിരീശ്വരവാദിയുടെ സംഗമമാണോ എന്നാണ് നമുക്കറിയാൻ പാടില്ലാത്തത്. കാരണം ആ ഒരു അയ്യപ്പ സംഗമത്തിൽ 4000-ലധികം ആൾക്കാർ തള്ളിക്കേറി വരുമെന്നൊക്കെയാണ് നമ്മുടെ ഗോവിന്ദമാഷും മറ്റു പലരും പറഞ്ഞത്. എന്നാൽ നമുക്കറിയാം ആളില്ലാത്ത കസേരകളാണ് കണ്ടത്. എന്നാൽ ആ ആളില്ലാത്ത കസേരകൾക്ക് മറ്റുള്ളവർ പറയണ എന്താ? പ്രത്യേകിച്ച് ഗോവിന്ദമാഷ് പറഞ്ഞത് അതൊക്കെ ആണ് മാഷി, നിങ്ങൾ ഇതെന്താണ് ഈ പറയണതെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളില്ലാത്ത സംഗമം എന്നും കൂടി നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഇത് ആളില്ലാത്ത അയ്യപ്പ സംഗമമാണോ ഇനി ആളുള്ള അയ്യപ്പ സംഗമമാണോ എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമേ തന്നെ നമുക്ക് മുഖ്യമന്ത്രിയുടെ പ്രഭാഷണം കേട്ടിട്ട് വരാം. എന്താണ് അയ്യപ്പ സംഗമത്തിൽ പുള്ളിക്കാരന് പറയാനുള്ളതെന്ന് കൂടി നമുക്കത് കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക്. കല്ലും മുള്ളും കാലിക്കുമെത്ത എന്ന ശരണം വിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കാനനപാതകൾ താണ്ടി 18-ാം പടി കയറി അവിടെ എത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷത്ത് വചനമാണ്. കേട്ടല്ലോ അല്ലെ? പണ്ട് ദിലീപിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഞാൻ കുഞ്ഞുനാളിൽ കേട്ടതാണ്. രാമായണം പാരായണം ചെയ്യാൻ ഇരിക്കുന്നതാണ് രംഗം. ഞാൻ അതൊന്ന് വായിക്കാം. രാമനോ തോർത്തില്ല, ലക്ഷ്മണനോ മുണ്ടില്ല എന്നാണ് ദിലീപ് വായിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? രാമനോ അതോർത്തില്ല, ലക്ഷ്മണനോ മുണ്ടില്ല എന്നാണ്. പക്ഷെ വായിച്ചു വന്നപ്പോ എന്തായി? രാമന് തോർത്തുമില്ല, ലക്ഷ്മണന് മുണ്ടുമില്ല എന്ന് പോയി. അതുപോലെയാണിത്. കല്ലും മുള്ളും കാലിക്ക് മെത്ത എന്ന് പറയുന്ന പോലെ കാലിക്ക് മെത്ത എങ്ങനെ ഇരിക്കണം. ഇതാണ് വിശ്വാസിയും നിരീശ്വരവാദിയും തമ്മിലുള്ള വ്യത്യാസം. വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ അല്ലെ? പുള്ളിക്കാരെ വിശ്വാസിയായിട്ട് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ സർട്ടിഫൈഡ് ചെയ്യാനായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പെട്ടാപ്പാട് പെടുകയാണ് ഗൈസ്. അതിനയാൾ നിർത്തുന്ന വാദം 2 പ്രാവശ്യം ശബരിമലയിലെ ഈ പിണറായി വിജയൻ ദർശനം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരൻ വിശ്വാസിയാണ്, നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വിശ്വാസി ഒരു 6 വർഷം മുന്നേ നമുക്കത് പുറകോട്ട് സഞ്ചരിക്കാം. ശബരിമലയിൽ പൂജ ചെയ്യുന്ന തന്ത്രിനെ പറ്റി വരെ ഈ ഒരു വിശ്വാസി അതിവിശ്വസനീയമായിട്ട് ഒരു വാക്കു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കേട്ടിട്ട് വന്നാലോ വീഡിയോയിലേക്ക്. പൂജാരിയും ബ്രഹ്മചാരിയാവാം. നമ്മളെ ഇവിടുത്തെ തന്ത്രിയുടെ ബ്രഹ്മചര്യം നമുക്കറിയാം. ഗൃഹസ്ഥാശ്രമത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, അതിന്റെ അപ്പുറം കടന്ന് വ്യഭിചാരത്തിലേക്ക് പോയിട്ടുള്ള അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആണെങ്കിൽ അയ്യപ്പനെ പൂജിക്കാൻ വരുന്നതും നൈഷ്ഠിക ബ്രഹ്മചാരി തന്നെയാകണം എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ആയിക്കോട്ടെ. അടുത്തതായിട്ട് വാദിക്കുന്നത് തന്ത്രിയുടെ ഒരു വ്യഭിചാരത്തിന്റെ കഥയാണ് എടുത്തിടുന്നത്. വർഷം കൂടി നോക്കണം, 6 വർഷം പുറകോട്ടാണേ. അപ്പോൾ പറയുന്നത് ഇതാണ്, ഈ 6 വർഷത്തിനിടയ്ക്ക് ഈ പാർട്ടി ഓഫീസിലും പാർട്ടി അംഗങ്ങളും എത്ര വ്യഭിചാര കേസിലും പീഡന കേസിലും പിടികൂടിയിട്ടുണ്ട്. അതിന്റെ തീവ്രത വരെ ആക്കേണ്ടി വന്നില്ലേ? പോട്ടെ, അയ്യപ്പന്റെ കല്യാണം വരെ നടത്തിയ തൃപ്പൂണിത്തുറയിൽ ഒരു MLA ഉണ്ടായിരുന്നല്ലോ, എവിടെയാണിപ്പോൾ? അതിനുശേഷം നിന്നിട്ട് വല്ലയിടത്തും കെരി പിടിച്ചോ? എന്തൊക്കെ പറയാനാണ്. അന്ന് നവോത്ഥാന മതിൽ കെട്ടി എല്ലാരെയും കബളിപ്പിച്ചു. 2 പെണ്ണുങ്ങളെ ഇരുട്ടിന്റെ മറവിൽ ശബരിമലയിൽ കയറ്റുകയും ചെയ്തു. അപ്പോൾ എന്താണ് താങ്കൾ പറഞ്ഞത്? തടസ്സമില്ല, അതുകൊണ്ട് അവര് കയറി. എന്നാൽ ആ 2 വ്യക്തികള് ഈ അയ്യപ്പ സംഗമത്തിൽ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ എന്തേ നോ പറഞ്ഞത്? അപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പയല്ല, സ്വാമിയെ ഭരണമയ്യപ്പ എന്നാണ് അല്ലെ പറയേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് നമ്മുടെ ബിന്ദു അമ്മിണി, അതായത് ശബരിമലയിൽ ദർശനം നടത്തിയ ആ ഒരു സ്ത്രീയുടെ വാക്കുകളൊന്നും നമുക്ക് കേട്ടിട്ട് വരാം. സർക്കാരിന്റെ നവോത്ഥാന മിഷനിൽ നിങ്ങൾ ഭാഗമായി, പക്ഷെ ഇപ്പോൾ അയ്യപ്പ സംഗമം, അയ്യപ്പ ഭക്തരെ ചേർത്ത് നിർത്താൻ സർക്കാർ ശ്രമിക്കുകയാണ്. ഒരു ഇരട്ടത്താപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന നമ്മുടെ കേരളത്തില് ഇപ്പോൾ അത് ഞങ്ങളെ പോലെയുള്ള സ്ത്രീകളിപ്പം സുപ്രീം കോടതി വിധി അനുസരിച്ച് സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ഇപ്പോഴും ആ വിധിക്ക് സ്റ്റേ ഇല്ല. അങ്ങനെ നിലനിൽക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ശേഷം ആരെയും കയറാൻ അനുവദിച്ചിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുപോലെ ഒരു അയ്യപ്പ സംഗമം നടക്കുമ്പോൾ, ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അത് സന്നിധാനത്തല്ല നടക്കുന്നത് പമ്പയിലാണ്. ഒരു ചതിക്കപ്പെട്ടവരുടെ വേദന അവരുടെ കണ്ണിനും വാക്കിനും സ്പഷ്ടവും വ്യക്തവുമാണ്. കാരണം ഇവരെ ശബരിമല ദർശനം നടത്തിയതിലൂടെ സുപ്രീം കോടതി വിധി
നടപ്പിലാക്കിയതിലൂടെ ഒരു നവോത്ഥാന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അന്നത്തെ പിണറായി വിജയനുള്ളത്. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ആ നവോത്ഥാനമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഭക്തിമാർഗം സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ട്രെൻഡിനൊപ്പം മാറിയില്ലെങ്കിൽ ചിലപ്പോൾ തുടർ ഭരണം കിട്ടിയില്ലാതും വരും. ഇനി ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയില് വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ, ശരണം വിളി കേൾക്കുന്നവരും അരോചകമായി ഇവർ ചിലപ്പോൾ ശരണം വിളിക്ക് പകരം ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുമോ എന്ന് ഈ ഒരു അടിയെ വെറുതെ ചോദിച്ചതാണ്. പക്ഷെ ഇത്ര വേഗത്തിൽ നിങ്ങൾ അത് സാക്ഷാത്കരിച്ച് തരുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? വീഡിയോയിലേക്ക്. ഇതിനേക്കാൾ ഭേദം ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന തന്നെയായിരുന്നു. അല്ലാതെ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ചിട്ട് ഇൻകുലാബ് സിന്ദാബാദിന്റെ മുദ്രാവാക്യവും കൈമുദ്രയും കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പറ്റണ പണിക്ക് പോയാ പോരെ സഖാക്കന്മാരെ, അല്ലാതെ വെറുതെ തുമ്പിയെക്കൊണ്ട് നിങ്ങൾക്ക് കല്ലടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇനിയാണ് നമ്മുടെ ഗോവിന്ദ മാഷിയുടെ എൻട്രി. പുള്ളി എന്നാ പറഞ്ഞേ, AI വെച്ചിട്ട് നിങ്ങൾ വെച്ച വ്യാജ പ്രചരണമാണ്, നിറച്ചക്കാരായിരുന്നു, തിങ്ങി നിറഞ്ഞിരിക്കായിരുന്നു, ഒരു സൂചി കുത്താൻ പോയിട്ട് ഈ ഗോവിന്ദ മാഷിയുടെ കാലനക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ലൊക്കെയാണ് പുള്ളി തള്ളി വിടുന്നത്. എന്ത് തന്നെയാണെങ്കിൽ ഇത് ലൈവായിട്ട് കണ്ടതാണ് ഞാൻ. അതായത് ചാനലുകളിൽ ലൈവായിട്ട് തന്നെ കണ്ടതാണ്. പല കസേരയും ഒഴിഞ്ഞിരിക്കുക തന്നെയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആളൊക്കെ അങ്ങ് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഇതാണോ നിങ്ങളുടെ തിങ്ങി നിറഞ്ഞ അയ്യപ്പ സംഗമം? ആയിരിക്കില്ല, അത് ആളില്ലാത്ത സംഗമം എന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത്. എന്തായാലും നമുക്ക് ഗോവിന്ദ മാഷിന്റെ ആ വാക്കുകൂടി ഒന്ന് കേട്ടിട്ട് വരാട്ടോ. ശുദ്ധ അസമെന്ന് പറയുന്നതിന്, കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടേ? അതാ പറഞ്ഞ ഞാൻ കാണാണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയും, നിങ്ങൾ ഇത് പത്ര മാതൃഭൂമിയാ, ഇതാണ് ദൃശ്യം. അല്ല, ഉദ്ഘാടനത്തിന് അപ്പൊ ഏത് സെഷനിൽ പങ്കെടുത്ത ഞങ്ങൾ പറയുന്നത്? ഓരോ സെഷനിലും 1000 ആൾ പങ്കെടുക്കണം. നിരന്തര സെഷൻ എടുക്കാൻ പറ്റും, നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AI ഉപയോഗിക്കാം, നിങ്ങൾക്ക് AI ഉപയോഗിക്കാം. നിങ്ങളെല്ലാം ഉണ്ടാക്കും, അതിനെല്ലാം സംശയം. എന്റെ ഗോവിന്ദ മാഷെ, കണ്ട കാര്യം പറയാതിരിക്കാനായിട്ട് ഇത് തമ്പ്രാക്കന്മാരുടെ കാലഘട്ടമൊന്നും അല്ലല്ലോ. അല്ല, തമ്പ്രാക്കന്മാരെ പോലെ എതിർത്തിരുന്ന ആൾക്കാരല്ലേ ഇങ്ങള്. അപ്പൊ ഇങ്ങള് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാലോ. പണ്ട് തമ്പ്രാക്കന്മാരുടെ കാലത്ത് തമ്പ്രാക്കന്മാരെ പുലകം കൊള്ളിച്ച് രസിപ്പിച്ചും വേണം പാട്ട് പാടാനായിട്ട്. പാടാൻ അധീനം കാലം ചലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാടാനേയും കാണില്ല, ആ പാടാന്റെ നാക്കും ഉണ്ടാവില്ല. ഇതായിരുന്നു അന്നത്തെ കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഈ ഒരു 2025-ലേക്കായിരുന്നു ഗോവിന്ദ മാഷ് അറിഞ്ഞില്ലേ? പ്രത്യേകിച്ച് AI ഒക്കെ വന്നത്. AI വന്നതിലൂടെ നിങ്ങൾക്കാണ് ഏറ്റവും ഗുണം വന്നേക്കുന്നത്. അതായത് കാലി കസേരയിൽ നിന്നും തെങ്ങി നിന്ന കസേരയിൽ നിന്ന് AI ആക്കിയല്ലോ. ഇത് ബാക്കിയുള്ളവരൊക്കെ വിശ്വസിക്കാൻ എന്താ പൊട്ടന്മാരാ? നാണോ മാനോ ഒക്കെ ഉണ്ടോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ സ്വയം കൂടി ഉണ്ടോ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ വാക്കുകൾ കേട്ടിട്ട് വരാം. ഇപ്പോഴാണ് അദ്ദേഹം മൗനം വെടിഞ്ഞത്. ഇനി അദ്ദേഹത്തിന് അയ്യപ്പ സംഗമത്തെ കുറിച്ചും അതേപോലെ സ്വർണ്ണപ്പാളിയിൽ മോഷണത്തെ കുറിച്ചും എന്താണ് പറയാനുള്ളത് കൂടി നമുക്ക് കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക്. നിങ്ങൾ കണ്ടില്ലേ, അയ്യപ്പ സംഗമത്തിന്റെ വലിയ ബോർഡിൽ വെച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത്. പിണറായി വിജയനും ദേവസ്വം മന്ത്രി വാസവനും മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇല്ല, അയ്യപ്പനും ഇല്ല. അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനില്ല. ശബരിമലയിലെ ദ്വാരപാലക ശില്പം നന്നാക്കാൻ ചെന്നൈയിൽ കൊണ്ടുവന്ന് തിരിച്ചു വന്നപ്പോൾ 4 കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുക. 4 കിലോ സ്വർണം, അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ ആളുകളാണ് സർക്കാരിലും ദേവസ്വം ബോർഡിലും ഇരിക്കുന്നത്. എന്നിട്ടാണ് നാളെ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. നിങ്ങൾ കണ്ടില്ലേ, അയ്യപ്പ സംഗമത്തിന്റെ വലിയ ബോർഡിൽ വെച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത്. പിണറായി വിജയനും ദേവസ്വം മന്ത്രി വാസവനും മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇല്ല, അയ്യപ്പനും ഇല്ല. അയ്യപ്പ സംഗമം ഇതിലൂടെ യോജിക്കുന്നുണ്ട്. കാരണം അയ്യപ്പ സംഗമം എന്ന പേരും പിണറായി വിജയനും അതുപോലെ ദേവസ്വം മന്ത്രിയുടെ വലിയ ഫ്ലെക്സുമാണ് വച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് അയ്യപ്പൻ എവിടെ? അയ്യപ്പനിടയിലല്ലേ സംഗമം ഉണ്ടാവുള്ളൂ. എന്ത് പറയാനാണ്. ഇതൊക്കെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലെ വിശേഷങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയിരുന്നു സഖാവെ. എന്താണെന്ന് അറിയാമോ? 2018-19 കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത് ശബരിമലയിൽ മാത്രമല്ലല്ലോ, അങ്ങ് പള്ളികളിലും പ്രവേശനം നിശ്ചയിച്ചിട്ടില്ലേ? എന്തുകൊണ്ട് നവോത്ഥാനം അതിൽ ക്ഷേത്രത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി? പള്ളികളിൽ നവോത്ഥാനം വേണ്ടേ? എന്തേ? അവർക്കും ആഗ്രഹവുമില്ലേ? അവരെ അവിടെ കേറ്റാത്തോണ്ടാണോ ഇനി നമ്മുടെ ജാസ്മിൻ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് റീൽസ് എടുത്തേ? നമുക്ക് അറിയത്തില്ലല്ലോ. എന്താ കഥ? ഒരിടത്ത് മാത്രം നവോത്ഥാനം വേണം, ആർക്ക് വേണമെങ്കിലും വന്ന് ചവിട്ടി മെതിക്കാനുള്ള ഒരു മതമല്ല ഹിന്ദു എന്നുള്ളത് എല്ലാവരും ഓർക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ജാതി മതവും പറയാണ്. അല്ല, ജാതി മതവും പറയല്ല. കാരണം ഇവിടെ എല്ലാ മതത്തിനെയും ഒരുപോലെ സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ജാതിക്കും ഒരു മതത്തിനും മാത്രം ഒരു വേർതിരിവും ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു വേർതിരിവും കാണിക്കാത്ത പക്ഷം ഇതൊക്കെ സംസാരിക്കുന്നവരെ നിങ്ങൾ വേറെ പേര് വിളിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഏത് പേരാണ് വിളിക്കേണ്ടത് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.